അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുൽഹിജ്ജ മാസമായി ഉളഹിയ്യത്ത് അറുക്കാനുള്ള തയ്യാറെടുപ്പുകൾ അതിൻ്റെ പ്രവർത്തകർ ആവേശത്തോടെ നടത്തുകയാണ്. അള്ളാഹു എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. ഒരാൾ ഉളഹിയ്യത്ത് അറുത്തില്ല, അതിന് സഹകരിച്ചില്ല. പക്ഷെ ഉളഹിയ്യത്ത് അറുക്കുന്നതിൻ്റെ മഹാത്മ്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താലും വലിയ പ്രതിഫലമാണ്. ഒരാൾ ഉളഹിയ്യത്ത് അറുക്കാൻ വേണ്ടി തീരുമാനിച്ചു, അതിന് ആ ഉളഹിയ്യത്തിൻ്റെ മൃഗം വാങ്ങുന്നതിന് വേണ്ടിയുള്ള സംസാരം, അത് വാങ്ങാൻ വേണ്ടിയുള്ള യാത്ര, തിരിച്ചു കൊണ്ടുവരുമ്പോഴുള്ള യാത്ര, അതിന് കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, ഇതിനെല്ലാം വലിയ പ്രതിഫലമാണ്, വലിയ പ്രതിഫലമാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും ഉളഹിയ്യത്ത് അറുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും നേരത്തെ തന്നെ എടുക്കേണ്ടതാണ്. ഏതായാലും ഉളഹിയ്യത്തുമായി ബന്ധപ്പെട്ട് രണ്ട് വിഷയങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ആരാധനകളെ സംബന്ധിച്ചിടത്തോളം, ഇബാദത്തുകളെ സംബന്ധിച്ചിടത്തോളം 95% ഇബാദത്തിനും നിയ്യത്ത് അത്യാവശ്യമാണ്. നിയ്യത്ത് നിർബന്ധമാണ്. നിയ്യത്ത് എന്നത് നമ്മുടെ ഖൽബ് കൊണ്ട് കരുതുന്നതിലേക്കാണ്. ആ നിയ്യത്ത് ചെയ്യുമ്പോൾ മാത്രമേ ആ പ്രവർത്തനവുമായി നമുക്ക് തഅല്ലുഖുണ്ടാവുകയുള്ളൂ. ഉദാഹരണം, വുളൂ ചെയ്യുമ്പോൾ മുഖം കഴുകുന്ന ആദ്യ സമയത്ത് ഞാൻ വുളൂ ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. നേരെ മറിച്ച് നാം കഴുകുന്ന അവയവങ്ങൾ മിക്കതും മറ്റുള്ള സമുദായക്കാരും അവരുടെ ജോലിയുടെ ഇടയിലും മറ്റുമൊക്കെ കഴുകുന്നത് കാണാം. കൈ കഴുകും, മുഖം കഴുകും, അതുപോലെ കൈകാലുകൾ കഴുകും, തലയിലൊക്കെ വെള്ളമൊഴിക്കും, തടകും. ഇതൊക്കെ നിത്യേന നമ്മൾ കാണുന്നതാണ്. പക്ഷെ അതിന് വുളൂ എന്ന് പറയില്ല. എന്താ കാരണം? അത് നിയ്യത്തില്ലാത്തതുകൊണ്ട്. അപ്പൊ നിയ്യത്ത് ചെയ്യുമ്പോൾ മാത്രമേ ആരാധനയുമായി, ഇബാദത്തുമായി തഅല്ലുഖാവുകയുള്ളൂ, ബന്ധപ്പെടുകയുള്ളൂ. നേരെ മറിച്ച് ചില ഇബാദത്തുകളുണ്ട്, അത് വാഗൊണ്ട് പറയണം, സംസാരിക്കണം. അപ്പോൾ മാത്രമേ അത് കണക്റ്റിംഗ് ആവുകയുള്ളൂ. ഉദാഹരണം, വഖഫ്. ഒരു പള്ളി വഖഫ് ചെയ്യുകയാണെങ്കിൽ അത് മനസ്സുകൊണ്ട് കരുതിയാൽ പോരാ, അത് വായ കൊണ്ട് പറയണം. അതുപോലെ മറ്റൊന്നാണ് നേർച്ച. ഒരു സുന്നത്തായ അമലി ഏറ്റെടുക്കുന്നതിനേക്കാണല്ലോ നേർച്ച എന്ന് പറയുന്നത്. ഈ നേർച്ച അത് നാവുകൊണ്ട് പറയണം, മനസ്സുകൊണ്ട് കരുതിയാൽ പോരാ. അപ്പോ നാം അറിഞ്ഞോ അറിയാതെയോ ഉളഹിയ്യത്തിന്റെ മൃഗവുമായി ബന്ധപ്പെട്ട് ചില വാക്കുകൾ സംസാരിച്ചു പോയാൽ അത് നേർച്ചയുടെ ഇനത്തിൽപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, സുന്നത്തായ ഒരു കാര്യം ഏറ്റെടുക്കുന്നതിനേക്കാണ് നേർച്ച എന്ന് പറയുന്നത്. പിന്നെ അതിന് സുന്നത്ത് എന്നല്ല പറയാ, ഫർള് എന്നാ പറയാ. നിർബന്ധമായും അത് ചെയ്തേ പറ്റൂ. ഉദാഹരണത്തിന്, ഉളഹിയ്യത്തിന്റെ മൃഗം നേർച്ചയ്ക്ക് പ്രത്യേകമായ വചനങ്ങളുണ്ട്, വാക്കുകളുണ്ട്. ആ വാക്കുകൾ സംസാരിച്ചാൽ അത് നേർച്ചയായി വീടും. അത് നേർച്ചയാണ്. നേർച്ചയായാൽ അത് നിർബന്ധമായും ഉളഹിയ്യത്തിന്റെ സമയത്ത് തന്നെ അറുത്ത് വീടണം. അത് അടുത്ത വർഷത്തേക്ക് നീട്ടൽ ഹറാമാണ്. കാരണം ഫറലായി പോയി. അതെന്തുകൊണ്ട് ഫറലായി? നമ്മുടെ സംസാരത്തിന്റെ വേരിയേഷൻ കൊണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് നാം മനസ്സിലാക്കേണ്ടത്, ഉളഹിയ്യത്തിന്റെ മൃഗം വാങ്ങുന്ന സമയത്ത് നിയ്യത്തിന്റെ നേർച്ചയുടെ ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ മനസ്സിലാക്കി അത് മാറ്റിവെക്കണം. മാറ്റിവെക്കൽ നിർബന്ധമൊന്നുമില്ല. ഉളഹിയ്യത്തിന്റെ ആ മൃഗം നേർച്ചയാക്കിയാൽ അത് ഫർദിൻ സുന്നത്തിനേക്കാൾ കൂലിയാണെന്ന് മാത്രമല്ല, ആ ലഹ്മ്, ആ മാംസം മുഴുവനും നിർബന്ധമായും സാധുക്കൾക്ക് വിതരണം ചെയ്യുകയും വേണം. പ്രതിഫലം കൂടുതൽ കിട്ടും. പക്ഷേ ഉളഹിയ്യത്ത് എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് അത് എത്തുകയില്ല. ഉളഹിയ്യത്താകുമ്പോൾ അതിൻ്റെ 1/3 ഏറ്റവും കൂടിയാൽ അതിൻ്റെ മാലിക്ക് എടുക്കാമല്ലോ. പക്ഷേ അദ്ദേഹത്തിന് അത്യാവശ്യമായത് എടുത്ത് ബാക്കിയുള്ളതും സദഖ ചെയ്യലാണ് വേണ്ടത്. പക്ഷെ എങ്കിൽ പോലും എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവണമെങ്കിൽ അത് ഉളഹിയ്യത്ത് നേർച്ചയാകാൻ പാടില്ല. ഉടമയാക്കപ്പെട്ട ഒരു ആട്, മാറൊട്ടകം
ഏതെങ്കിലും ഒന്നിനെ ഒരാൾ നേർച്ചയാക്കി, അത് മുഅയ്യനായി, ഇന്ന ആട്, ഫഖാല ലില്ലാഹി അലയ്യ ഔ അലയ്യ എന്നൊരാൾ പറഞ്ഞു, ഔ അല്ലെങ്കിൽ അൻ ഉളഹിയ ബിഹാദിഹി ഔ ജഅൽതുഹാ ഉളഹിയതൻ ഔ ഹാദിഹി ഔ ഹിയ ഉളഹിയതൻ, ഇങ്ങനെയുള്ള പദപ്രയോഗം നേർച്ചയുടെ പദപ്രയോഗമാണ്. അത് മലയാളത്തിൽ എങ്ങനെ പറയും? ലില്ലാഹി അലയ്യ, അള്ളാഹുവിന് വേണ്ടി എൻ്റെ മേൽ ഇന്ന മൃഗം, അല്ലെങ്കിൽ എൻ്റെ മേൽ കടമയാക്കപ്പെട്ടു ഇന്ന മൃഗത്തെ അറുക്കൽ. അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഇത് ഉലഹിയത്തറക്കാൻ ഞാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഞാൻ അതിനെ ആ മൃഗത്തെ ഉലഹിയത്താക്കി, അല്ലെങ്കിൽ ഇത് ഉലഹിയത്താണ്, അല്ലെങ്കിൽ അത് ഉലഹിയത്താണ് എന്നൊക്കെയുള്ള പദപ്രയോഗം പാടില്ല. പാടില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പദപ്രയോഗം നടത്തിയാൽ അത് നേർച്ചയുടെ പരിധിയിൽപ്പെടും. നേർച്ചയുടെ പരിധിയിൽപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കെടുക്കാൻ കഴിയില്ല. അത് മുഴുവനും സ്വതക്ക കൊടുക്കേണ്ടതാണ്, അത് നിർബന്ധവുമാണ്. അതുകൊണ്ട് നല്ലതുപോലെ നമ്മൾ ആ വിഷയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോ ഉളഹിയത്ത് എന്നത് ഒരാൾ അറക്കാൻ തീരുമാനിച്ചാൽ മനസ്സുകൊണ്ട് കരുതണം. പക്ഷെ ഇന്ന മൃഗം എന്ന് നമ്മൾ മുഅയ്യനാക്കി പോയാൽ അത് നേർച്ചയുടെ ഹുക്കുമിലാകും. നേരെ മറിച്ച് ഒരാൾ ചോദിക്കുകയാണ്, എവിടേക്കാ പോകുന്നത്? ഞാനൊരു മൃഗത്തെ നോക്കുകയാണ്, എന്താ ഉളഹിയത്തിന് എന്തെങ്കിലും തീരുമാനമുണ്ടോ, എന്തെങ്കിലും തീരുമാനിച്ചിട്ടാണോ പോകുന്നത് എന്നൊരാൾ ചോദിച്ചാൽ നോക്കട്ടെ എന്നോ, അല്ലെ ഇൻഷാ അല്ലാഹ് എന്നോ, അല്ലെങ്കിൽ അതേപോലെയുള്ള ലന്നിയായ സാഹചര്യത്തിനൊത്ത് സംസാരിച്ച് അത് ഒഴിവാക്കണം. മൃഗത്തെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഇത് ഉളഹിയത്തിന് വേണ്ടി ഞാൻ തീരുമാനിച്ചതാണെന്ന് പറഞ്ഞാൽ അത് നേർച്ചയുടെ ഹുക്കുമിൽപ്പെടും. അത് നല്ലതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വാക്ക് സംസാരിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടത് നല്ലതുപോലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ ഒരു കുഴപ്പമില്ല. വാക്കുകൊണ്ടുള്ള ഇബാദത്താണല്ലോ നേർച്ച. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാക്കുകൊണ്ടെങ്കിൽ മാത്രം നേർച്ചയാവുള്ളൂ. അപ്പോൾ ഒരാൾ ചോദിക്കുന്നു, ഇതെങ്ങനെയാണ്, ഇതെന്തിനാണ്? ഇത് ഉലഹിയത്തിന് വേണ്ടി ഞാൻ തീരുമാനിച്ചു എന്ന് സാധാരണ പറയലുണ്ട്. അത് നല്ലതുപോലെ സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ നേർച്ചയാക്കിയെന്ന് കരുതിയാൽ മനുഷ്യരുണ്ട് ആ മൃഗത്തെ നേർച്ചയാക്കുന്നു, പക്ഷെ അതുകൊണ്ട് എന്താവൂല, ഉലഹിയത്ത് നേർച്ചയാവൂല. കാരണം നേർച്ചയാകണമെങ്കിൽ അത് വായ കൊണ്ട് പറഞ്ഞേ പറ്റൂ. അപ്പൊ എല്ലാ ഇബാദത്തിനും ഉലഹിയത്തിന് വരെയും നിയ്യത്ത് നിർബന്ധമാണ്. പക്ഷെ അത് നമ്മൾ നേരത്തെ ഈ പറഞ്ഞ രൂപത്തിൽ ആകാതെ എപ്പോഴാണോ അറുക്കുന്നത് ആ അറവിന്റെ സമയത്ത് പറയലാണ് ഏറ്റവും അഭികാമ്യം. അതാവുമ്പോ ഈ നേർച്ചയുമായി ബന്ധപ്പെട്ടാവൂല. അപ്പോ അത് അറക്കുന്ന ഘട്ടത്തിൽ നിയ്യത്ത് വെച്ചാൽ അറവ് ശരിയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പൊ എൻ്റെ സുന്നത്തായ ഉലഹിയത്താണ്, എൻ്റെ സുന്നത്തായ ഉലഹിയത്ത് ഞാൻ ഷെയർ ചെയ്യുന്നു എന്ന് അറക്കുന്ന സമയം കരുതിയാൽ മതി. നേരത്തെ തന്നെ നമ്മൾ കൊണ്ടുവന്ന് ഈ രൂപത്തിൽ പറഞ്ഞു പോയാൽ അത് നേർച്ചയുടെ വിഷയങ്ങളിൽ വരും എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു. കാരണം എപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു വിഷയമാണ് ഇത്. അതുകൊണ്ട് നല്ലതുപോലെ ആ വിഷയം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഉലഹിയത്ത് അറുക്കാൻ കഴിവുള്ള എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.